പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് 2026 ജനുവരി മാസത്തിലെ 3-ാം ആഴ്ചയിലാണ് നമ്മൾ ഉള്ളത്. ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുമൊക്കെയായ പ്രണോയ് റോയ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതുപോലെ തന്നെ പ്രധാനമായും തദ്ദേശ സ്വയംഭരണ ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 3 തവണ നടന്നിട്ടുള്ള 2010, 15, 2020, 25 ഇങ്ങനെ ഈ 4 ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി എത്രമാത്രം ചേർന്നു നിൽക്കുന്നു എന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഇന്ന് അദ്ദേഹം ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, പല അസംബ്ലി മണ്ഡലങ്ങളിലെയും ഒരു മൊത്തം വോട്ടർമാരുടെ 1% താഴെ വോട്ടുകൾ കൊണ്ട് വിജയിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ട് എന്നിരിക്കെ ഒരു ചെറിയ സ്വിങ് പോലും തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടാക്കിയേക്കും എന്ന് അദ്ദേഹം പറയുന്നു. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ കണ്ട ചില കാര്യങ്ങൾ, കോർപ്പറേഷനുകളിലും നഗരസഭകളിലും നമ്മൾ മനസ്സിലാക്കിയതുപോലെ UDFന് ഒരു വലിയ മുൻതൂക്കമുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDFന് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭിച്ച വോട്ടുകളേക്കാൾ ഒരു 5% വോട്ടുകൾ അധികമായി 2011, 16, 21 ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം പറയുന്നത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് നേടാൻ കഴിഞ്ഞത് ഏകദേശം 36%-ലധികം വോട്ടുകളാണ്. അപ്പോൾ മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, അതായത് 2011, 16, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഇത്തവണ LDFന് ഒരു 41%-ലധികം വോട്ട് ലഭിച്ചേക്കും എന്നുള്ളതാണ്. എന്നാൽ UDFന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭിച്ച വോട്ടുകളേക്കാൾ കൂടുതലായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിട്ടുള്ള, കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിട്ടുള്ള വോട്ടിൻ്റെ ശരാശരി കാണുമ്പോൾ അത് ഏറെക്കുറെ ഒരു 1%-ന് ഒരല്പം മുകളിലാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ UDFന് ഒരു 42.6% വോട്ടുകളുമാണ് ലഭിക്കാൻ സാധ്യത എന്ന് പ്രണോയ് റോയ് അതിൽ വിലയിരുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പലയിടങ്ങളിലുമുള്ള പ്രാദേശിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാത്രം മത്സരിക്കുന്ന പാർട്ടികളുണ്ട്, അതുപോലെ സ്വതന്ത്രരുണ്ട്. ഇവർ നേടുന്ന വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏറെക്കുറെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് ഏറെക്കുറെ 15% വോട്ടായിരുന്നു. 15% വോട്ട് ഇത്തരത്തിലുള്ള സ്വതന്ത്രരും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത പാർട്ടികളും ചേർന്ന് നേടിയിട്ടുണ്ട്. ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ഉള്ള വോട്ടിൻ്റെ ഒരു വലിയ വിഭാഗത്തെയും ആ വോട്ടുകൾ, അങ്ങനെ വോട്ട് ചെയ്ത ആ സമ്മതിദാനം വിനിയോഗിച്ച വോട്ടർമാരിൽ വലിയൊരു വിഭാഗത്തെയും സ്വാധീനിക്കാൻ സാധാരണ രീതിയിൽ LDFനാണ് സാധിക്കുക എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അതേസമയം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് മുകേഷിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കേണ്ടി വരുന്നത്? ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ടുകൾ കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക കൊല്ലം പോലെയുള്ളൊരു നിയമസഭാ മണ്ഡലത്തിൽ സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ ഈ കൊല്ലം കോർപ്പറേഷനിൽ UDF ഉണ്ടാക്കിയ മുന്നേറ്റം വെച്ച് പരിശോധിക്കുമ്പോൾ തീർച്ചയായും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ
UDF വിജയിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കൊല്ലം ജില്ലയിൽ തന്നെ കൂടുതൽ സീറ്റുകൾ UDF വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കോഴിക്കോട് കോർപ്പറേഷനിൽ UDF മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് നഗരപ്രദേശങ്ങളിൽ നിന്ന് UDF അത് കോഴിക്കോട് നോർത്ത് സൗത്ത് ഇങ്ങനെ 2 അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ നഗര പരിസരങ്ങളിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ, അതുപോലെ ഇത്തവണ ബേപ്പൂരിലെല്ലാം നല്ല മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നഗരകേന്ദ്രീകൃതമായ, അപ്പോൾ പ്രത്യേകിച്ചും എറണാകുളം ജില്ല പോലെയുള്ള ഇടങ്ങളിൽ, എറണാകുളം അതുപോലെ കണ്ണൂർ പോലെയുള്ള ഇടങ്ങളിൽ UDF ഒരു അതായത് ഈ ജില്ലകളുടെ നഗരപ്രദേശങ്ങളിൽ നിന്ന് UDF കുറേ കൂടി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേസമയം തിരുവനന്തപുരം ജില്ലയുടെ നഗരപ്രദേശങ്ങളിൽ നഗരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രധാനമായുമുള്ള വട്ടിയൂർക്കാവ്, നേമം, അതുപോലെ കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമുണ്ടാകാനാണ് സാധ്യത. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കേൾക്കുന്നത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM കൂടുതൽ നിലവിലുള്ള MLAമാർക്ക് തുടർന്നും മത്സരിക്കാൻ സീറ്റുകൾ നൽകാനിടയുണ്ട്. തങ്ങളുടെ മണ്ഡലങ്ങളിൽ കുറേ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനും CPIM അതിൻ്റെ നിലവിലുള്ള നിയമസഭാ സാമാജികരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ല പോലെയുള്ള ഇടങ്ങളിൽ G. സുധാകരനെ പോലെയുള്ള നേതാക്കളെ വീണ്ടും മത്സര രംഗത്ത് സജീവമാക്കാനും ഉള്ള ശ്രമങ്ങൾ CPM ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ഈ MLAമാരെ രംഗത്തിറക്കുന്നതിലൂടെ അവർക്ക് ജനങ്ങളുമായുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ അവർ ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മണ്ഡലങ്ങളിൽ നിലവിലുള്ള MLAമാരെ തന്നെ തുടർന്ന് മത്സരിപ്പിച്ചുകൊണ്ട് ഒരു തുടർ വിജയം സാധ്യമാക്കുക എന്നുള്ളതിനാണ് LDF ശ്രമിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ വിലക്കയറ്റം, അഴിമതി ആരോപണങ്ങൾ, ശബരിമല വിഷയം പോലെയുള്ള ഒരു വിഷയം പത്തനംതിട്ട, കൊല്ലം ജില്ലകളെ, ആ പ്രദേശങ്ങളെയെങ്കിലും എങ്ങനെ സ്വാധീനിക്കും എന്ന് നമ്മൾ കാണാം. അതായത് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ UDF പ്രതിനിധികളില്ല. അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലെ 5 MLAമാരെയും തുടർന്ന് മത്സരിപ്പിക്കുകയാണ് എങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള ഒരു വിഷയത്തെ അതിന് LDF പങ്കിനെ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ സസ്പീഷ്യൻ്റെ നിഴലിൽ നിൽക്കുന്ന LDF അങ്ങനെ പരിപൂർണമായും ആ ആരോപണങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ശരിതെറ്റുകൾ പരിശോധിക്കാതെ, അല്ലെങ്കിൽ ഇനി ഉണ്ടായേക്കാവുന്ന ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇനി ഉണ്ടായേക്കാവുന്ന ഡെവലപ്മെൻറ്റ്സ് ഒന്നും ശ്രദ്ധിക്കാതെ ഈ MLAമാരുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജനങ്ങൾ വോട്ട് ചെയ്യുമോ? അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി ഇവിടെ നിലവിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സംസ്ഥാനത്തുടനീളം നിഴലിക്കുന്ന ഈ ആൻറ്റി ഇൻകംബൻസിനെ അതിജീവിക്കാൻ നിലവിലുള്ള MLAമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുമോ? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ബിന്ദു, അതുപോലെ തന്നെ V. അബ്ദുറഹ്മാൻ, ബിന്ദു, മുഹമ്മദ് റിയാസ്, ശിവൻകുട്ടി, ഇങ്ങനെയുള്ള നിലവിലുള്ള CPM ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാർക്ക് പോലും വലിയ തിരിച്ചടി അവർ നിലവിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണെങ്കിൽ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നിലവിലുള്ള MLAമാരെ പരീക്ഷിക്കുന്നതിലൂടെ മാത്രം CPM ഒരു രാഷ്ട്രീയ വിജയം നേടാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണാനിരിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.